ഹലോ എവരി വൺ. നീറ്റ് എക്സാമിന് സ്ഥിരമായി വരുന്ന 100% ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ് എന്നുള്ള ടോപ്പിക്. സോ ഇലക്ട്രോണിക്സിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ്. സോ എന്തിനാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് സിഗ്നൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അനലോഗ് സിഗ്നൽസ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റു ഒബ്ജക്റ്റിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്ന സിഗ്നൽ ത്രൂ ആയിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത അനലോഗ് സിഗ്നൽസ് ആയിരുന്നു. ദെൻ നമ്മൾ ഡിജിറ്റൽ സിഗ്നലിലേക്ക് വരുന്നു. ആ ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരിപ്പം ഫോണായിക്കോട്ടെ, ഇലക്ട്രോണിക് സർക്യൂട്ട്സുകളായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് സിഗ്നൽസിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ആക്ച്വലി ലോജിക് ഗേറ്റ്സ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷേ ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ലോജിക് ഗേറ്റ്സ്, നമുക്ക് വരാൻ വേണ്ടി പോകുന്ന നീറ്റ് എക്സാമിന് ലോജിക് ഗേറ്റ്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലോജിക് ഗേറ്റ്സിൽ നമ്മൾ ബൈനറി നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താലോ അല്ലെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലോ നമുക്ക് റീഡിങ്സ് ഒന്നും കിട്ടില്ല. അവിടെ നമ്മൾ ബൈനറി ഓപ്പറേഷൻസാണ് യൂസ് ചെയ്യുക. ഈ ബൈനറി ഓപ്പറേഷൻസിൽ നമ്മൾ 2 വാല്യൂസാണ് മെയിൻലി നോക്കുക. ഒരു ഹൈ വാല്യൂവും ഒരു ലോ വാല്യൂ ആണ് നോക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ ഹൈ വാല്യൂ ആൻഡ് ലോ വാല്യൂ? അതായത് നമ്മുടെ ഒരു ബൈനറി സർക്യൂട്ട് അല്ലെങ്കിൽ ബൈനറിൽ ഒരു 0 അല്ലെങ്കിൽ 1, ഇതാണ് ഹൈ വാല്യൂ അല്ലെങ്കിൽ ലോ വാല്യൂ. ഇതാണ് ഹൈ വാല്യൂ, ഇതാണ് ലോ വാല്യൂ. അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ സിഗ്നൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സിഗ്നലിൻ്റെ ഒരു ഫോർമേഷൻ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ലുക്കിലായിരിക്കും ഉണ്ടാവുക. ഏകദേശം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഏകദേശം ഐഡിയാസ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു ഹൈ വാല്യൂ, പിന്നെ ഒരു ലോ വാല്യൂ, പിന്നെ ഒരു ഹൈ വാല്യൂ, പിന്നെ ഒരു ലോ വാല്യൂ, ഒരു ഹൈ വാല്യൂ, ഒരു ലോ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ 1 എന്നും ഇതിനെ 0 എന്നും വിളിക്കും. ഇതിനെ 1, ഇതിനെ 0, ഇതിനെ 1, ഇതിനെ 0 എന്നുള്ള ഓർഡറിലാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ബൈനറി ഓപ്പറേഷൻസിനെ 1,0 എന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ സാധനങ്ങളാണ് ലോജിക് ഗേറ്റ്സ്. 2 ടൈപ്പ് ഗേറ്റുകളാണ് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഏതേ അറിയോ? പ്രിൻസിപ്പൽ ഗേറ്റ്സും യൂണിവേഴ്സൽ ഗേറ്റ്സും. ഞാൻ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കൂടാ. പ്രിൻസിപ്പൽ ഗേറ്റിൽ നമുക്ക് 3 ആളുകൾ നമുക്ക് തിരിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഗേറ്റ്സ് ഏതൊക്കെയായിരുന്നു? നിങ്ങൾക്ക് ഓർ, ആൻഡ്, നോട്ട്. ഇവിടെ ഉണ്ടാകുന്ന ബൈനറി ഓപ്പറേഷൻസ്, ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ ഗേറ്റിലും നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിൻസിപ്പൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്? ഓർ, ആൻഡ്, നോട്ട്. എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? യൂണിവേഴ്സൽ ഗേറ്റ്സ് 2 ഏതൊക്കെയാണ്? നാൻഡും നോറും. നാൻഡ് ഗേറ്റും അതേപോലെ നോർ ഗേറ്റുമാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എങ്കിൽ പ്രിൻസിപ്പൽ ഗേറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ അറിയോ? ഓർ ഗേറ്റ്, അതേപോലെ ആൻഡ് ഗേറ്റ്, അതേപോലെ തന്നെ നോട്ട് ഗേറ്റ്. ഈ 3 നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻസിപ്പൽ ഗേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അതേപോലെ തന്നെ ഓരോ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ്, അതേപോലെ എൻ്റെ റിസൾട്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ എങ്ങനെ ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുക, ഇതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാക്സിമം കാര്യങ്ങൾ സംസാരിച്ചെടുക്കാം. അതൊരു ക്വിക്ക് റിവിഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓർ ഗേറ്റ് ആണ്. സോ ഓർ ഗേറ്റ് ആവുന്ന സമയത്ത് മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓർ ഗേറ്റ് ആവുന്ന സമയത്ത് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ സിമ്പിൾ? നിങ്ങൾ നോക്കുക, ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ലൈക്ക് ദിസ്. ഏകദേശം ഇങ്ങനെയാണ് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ വരിക. ഈ സിമ്പിളോട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കുക, ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് എന്ത് വരിക? സിമ്പിൾ വരിക. ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് സിമ്പിൾ ഉണ്ടാവുക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സിഗ്നലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗേറ്റിലേക്ക് 2 ഇൻപുട്സ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ടിനെ നമുക്ക് എ, ബി എന്ന് വിളിക്കാം. അത് ബൈനറി ഓപ്പറേഷൻസാണ്. 0, 1, 1, 0. അതായത് മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, മാക്സിമം, മിനിമം, ആ രീതിയിൽ 0, 1 വരാം, 1, 0 വരാം, 1, 1 വരാം, 0, 1 വരാം. ആ രീതിയിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുക. സോ എ, ബി എന്നുള്ള 2 ഇൻപുട്ട് കൊടുക്കുമ്പോൾ വി ഗെറ്റ് എൻ ഔട്ട്പുട്ട് വൈ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓർ ഗേറ്റ് എന്നുള്ള ഗേറ്റിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുക? ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ആ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റാണ്. എന്നുള്ള ഫോർമാറ്റാണ്. ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യരുത്? സമ്മ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. a പ്ലസ് ബി എന്നുള്ളൊരു ഫോർമാറ്റ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഞാൻ പറയാം എങ്ങനെ അത് ചെയ്യണം. സമ്മ് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഈസിയാക്കി ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓർഗേൻ്റെ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ ആദ്യം ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അപ്പോൾ ഓരോ ഗേറ്റിൻ്റെയും ഇക്വേഷനും അതിന് കറസ്പോണ്ടിങ് ആയുള്ള ട്രൂത്ത് ടേബിളും മനസ്സിലാക്കി വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. സോ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന സമയം നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻപുട്ട് എ, ബി, അതേപോലെ ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. സോ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഈ ഒരു ഓർ ഗേറ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? വാല്യൂസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് എൻ്റെ വാല്യൂ മിനിമം കൊടുക്കുന്നു, ബീൻ്റെ വാല്യൂ മിനിമം കൊടുക്കുന്നു. എക്കും ബിക്കും ഞാൻ മിനിമം വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, 0, 0 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്താ? ഓർ ഗേറ്റിലേക്ക് 2 ഇൻപുട്ട് വന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം? a പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റാണ്. 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 കൂടെ യു വിൽ ഗെറ്റ് 0. അതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നാണ് പറയുന്നത്. 0. അതേപോലെ തന്നെ ഇവിടെ 0യും 1ഉം വന്നാലോ? 0 പ്ലസ് 1, അതായത് മിനിമം പ്ലസ് ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അതേപോലെ തന്നെ 1, 0 വരികയാണെങ്കിലോ എക്ക് 1 കൊടുക്കാം, ബിക്ക് 0 കൊടുത്താൽ 1 പ്ലസ് 0. ഹൈ പ്ലസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ആണ്. അതേപോലെ തന്നെ 1ഉം 1 വരും. 1 പ്ലസ് 1, 2 എന്ന് പറയരുത്. ഹൈ പ്ലസ് ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ആണ്. അപ്പോൾ ഈ ലോജിക് ഗേറ്റ് വർക്ക് ചെയ്യുക എങ്ങനെയാണ്? അതായത്
നിങ്ങൾ എ ബി എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ സമ്മ് പോലെ നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ കണക്ഷൻ കൊടുക്കാം. എക്കും ബിക്കും നിങ്ങൾ 0 0 കൊടുത്താൽ യു വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് 0, 0 1 കൊടുത്താൽ 1, 1 0 കൊടുത്താൽ 1, 1 1 കൊടുത്താൽ 1. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓർ ഗേറ്റിൽ ഒരൊറ്റ കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ലോ വാല്യൂ വരുന്നുള്ളൂ. അതെപ്പോഴാണ്, രണ്ട് ഇൻപുട്ടും ലോ ആകുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ലോ വരിക. ഏതെങ്കിലും ഒരാൾ ഇൻപുട്ട് ഹൈ വന്നാൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും വരിക. ഇതാണ് ഫസ്റ്റ് കമ്പാരിസൺ, ഓർ ഗേറ്റിൻ്റെ ഫസ്റ്റ് കമ്പാരിസൺ. ഈ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടുത്ത സാധനമാണ് എന്ത്, ആൻഡ് ഗേറ്റ്. അപ്പോൾ ഓർ ഗേറ്റിൽ നമ്മൾ ലോജിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആൻഡ് ഗേറ്റിൽ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുകയാണ്, ഇത് വരയ്ക്കുന്നു. ഈ ഡി സിമ്പിൾ നമ്മൾ എഴുതില്ലേ, ഡി എഴുതുന്ന പോലെ തന്നെയാണ് ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ. ഇവിടെ നമ്മൾ 2 ഇൻപുട്ട്സ് കൊടുക്കുന്നു, എ ബി എന്നുള്ള 2 ഇൻപുട്ട്സ് കൊടുക്കുന്നു. സോ യു വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വൈ എന്ന് കിട്ടും. സോ ഇവിടുത്തെ ലോജിക് ഓപ്പറേഷൻ എങ്ങനെയാണ്, വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ആണ്. വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ആണ്. മൾട്ടിപ്പിൾ ചെയ്യുന്ന പോലെ എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്കിവിടെ ട്രൂത്ത് ടേബിൾ എഴുതി വയ്ക്കാമല്ലോ. സോ വാട്ട് വിൽ ബി ദ ട്രൂത്ത് ടേബിൾ ഹിയർ. ഇവിടെ ഞാൻ എ ബി ആൻഡ് വൈ കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, 0 0 എക്കും ബിക്കും ഞാൻ 0 എന്നുള്ള ലോ വാല്യൂസ് കൊടുത്താൽ ലോ ഇൻറ്റു ലോ എന്താണ്, ലോ വാല്യൂ ആണ്. 1 0 കൊടുത്താലോ, 1 ഇൻറ്റു 0 യു വിൽ നോ ദാറ്റ് 0. അപ്പോൾ ലോ ഇൻറ്റു ഹൈ വന്നാലും ആൻസർ വിൽ ബി ലോ ആയിരിക്കും. 1 ഇൻറ്റു 0 0 ആണ്. ഇനി 0 ഇൻറ്റു 1 ആണെങ്കിലോ, 0 ഇൻറ്റു 1 0 ആണ്. ഇനി 1 ഇൻറ്റു 1 ആണെങ്കിലോ 1 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആൻഡ് ഗേറ്റിൻ്റെയും അതേപോലെ തന്നെ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ വ്യത്യാസം. ഇവിടെ 2 ആളുകളും ലോ വന്നാൽ മാത്രമേ ഇവിടെ ഔട്ട്പുട്ട് ലോ വരുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ഹൈ വാല്യൂ ആണ്. ഇവിടെ നോക്ക്, ഇവിടെ ഒറ്റ കേസിൽ മാത്രമേ ഹൈ വാല്യൂ വരുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും എന്താണ്, ലോ വാല്യൂ ആണ്. 1 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 1 മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, ഔട്ട്പുട്ട് വരുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഈ 2 ആളുകളുടെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ ക്ലിയർ ആയല്ലോ മക്കളെ. സോ എന്താ റിലേഷൻ എന്താണ്, ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, എക്ക് ബിക്കും അതേപോലെ തന്നെ വൈ വാല്യൂ. അതായത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ ഒരു ചോദ്യം, ഇവിടുത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സപ്പോസ് ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. എന്താണ് മക്കളെ, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഒരു ചോദ്യം എങ്ങനെ വരിക കേട്ടോ, വെറുതെ വിചാരിക്കുക. ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ എ ബി എന്നുള്ള വാല്യൂസ് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് വൈ ആണ്. ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 0 വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എൻ്റെ വാല്യൂ 1, ബിൻ്റെ വാല്യൂ 1. ഓപ്ഷൻ ബി, എൻ്റെ വാല്യൂ 1, ബിൻ്റെ വാല്യൂ 0. എപ്പോഴാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് 0 വരിക എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറ, ഈ ആൻഡ് ഗേറ്റിൽ എക്കും ബിക്കും എന്ത് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് 0 വരിക എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കണം, ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ തരുന്നു, വൈ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി അല്ലേ. അതായത് എയും ബിയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 1 മൾട്ടിപ്പിൾ ചെയ്താൽ 1 ആണ്, ഔട്ട്പുട്ട് 0 ആണോ, അല്ല. അപ്പോൾ 1 0 വന്നാലല്ല ഔട്ട്പുട്ട് 0 വരുള്ളൂ. സോ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഇങ്ങനെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുക, അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും എന്നുള്ളത് ഓർ ഗേറ്റിലും ആൻഡ് ഗേറ്റിലും വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. സോ രണ്ടിൻ്റെ സിമ്പിൾ ആലോചിക്കുക. ഓർ ഗേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഷേപ്പാണ്, ഈ ഒരു ഷേപ്പാണ് ഓർ ഗേറ്റ്. ആൻഡ് ഗേറ്റ് ഡി എഴുതുന്ന പോലെയാണ്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടിൻ്റെയും സിമ്പിളും ട്രൂത്ത് ടേബിളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വേവ് ഫോം ഒക്കെ ഞാൻ പറയട്ടോ. അതിൻ്റെ വേവ് ഫോം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ ആൻഡ് ഗേറ്റിൻ്റെ ഐഡിയയും കൂടി നോക്കാം. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിളും അതേപോലെ അതിൻ്റെ ട്രൂത്ത് ടേബിളും അതിൻ്റെ ഇക്വേഷൻ എന്താ, എ ഡോട്ട് ബി ആണ്, എ ഡോട്ട് ബി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാറിയോ, അത് സ്വിച്ച് വെച്ചുള്ള ഒരു റിയലൈസേഷൻ ഉണ്ട്. അത് ഈ ഗേറ്റിന് നമുക്ക് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഗേറ്റുകളെ വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള 2 പോസിബിലിറ്റി ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഓർ ഗേറ്റിനെ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. 2 സ്വിച്ചുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 സ്വിച്ചുകൾ ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെ, ഇവിടെ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്ത്, ഇവിടെ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ 2 സ്വിച്ചും ഓപ്പണായി കിടക്കുന്ന സമയത്ത് 2 സ്വിച്ചും ഓപ്പണായി കിടക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും 0 0 ആണ്, ഇൻപുട്ട് കൊടുക്കുന്നില്ല. 2 സ്വിച്ചും ഓപ്പണായി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 0 ആണ്. അപ്പോൾ ഞാൻ പറയാം, 2 സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ ബൾബ് കത്തും, കറണ്ട് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമോ, ഇല്ല. സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ, അല്ല. അതുകൊണ്ട് തന്നെ 2 ബൾബും ഓപ്പണായി നിൽക്കുകയാണെങ്കിൽ ബൾബ് കത്തില്ല. രണ്ടും ഓപ്പൺ ആണെങ്കിൽ 0 0 ആണെങ്കിൽ യു വിൽ ഗെറ്റ് വാല്യൂ വിൽ ബി 0. അപ്പോൾ 0 0 ആകുമ്പോൾ യു വിൽ ഗെറ്റ് 0. ഞാൻ അടുത്ത് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു, ഒരാളെ ക്ലോസ് ചെയ്തു, ഒരാൾക്ക് 1 കൊടുത്തു, മറ്റാൾക്ക് 0 കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്തു, മറ്റേ സ്വിച്ച് ഓപ്പൺ ആക്കി ഇട്ടു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കറണ്ട് ഇതിലൂടെ കയറി പോകില്ലേ? കറണ്ട് ഇതിലൂടെ കയറി പോകുമ്പോൾ ഈ ബൾബ് എന്ത് ചെയ്യും മക്കളെ, കത്തില്ലേ? അപ്പോൾ ബൾബ് കത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾ 1 0 എന്നുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ബൾബ് കത്തുന്നുണ്ട്. ബൾബ് കത്തിയാൽ അത് ഔട്ട്പുട്ട് 1 ആണ്. ബൾബ് കത്തിയാൽ 1, ബൾബ് കത്തിയില്ലെങ്കിൽ 0 എന്ന രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്താൽ എന്ത് ചാൻസ് ഉണ്ട്, ബൾബ് കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 0 1 കൊടുത്താൽ 1 തന്നെ. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു,
ഇവിടെ ഞാൻ സ്വിച്ച് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ ക്ലോസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. കറണ്ട് ഇതിലൂടെ കയറിപ്പോയി ബൾബ് എന്ത് ചെയ്യും? കത്തും. അപ്പോൾ 1-0 കൊടുത്താൽ എന്ത് ചെയ്യുന്നുണ്ട്? ബൾബ് കത്തും. ഇനി 2 സ്വിച്ചും ക്ലോസ് ചെയ്താലോ? 2 സ്വിച്ചും ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? 2 സ്വിച്ച് ക്ലോസ് ചെയ്താലും ബൾബ് എന്ത് ചെയ്യും? കറണ്ടിലൂടെ ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യും, ബൾബ് എന്ത് ചെയ്യും? ഓൺ ആവും. സോ ഈ ഒരു കണ്ടീഷൻ, അതായത് OR ഗേറ്റിൻ്റെ ബൾബ് സ്വിച്ച് റിയലൈസേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെയാണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആൻറ്റി ഗേറ്റിൻ്റെ ബൾബ് സ്വിച്ച് എങ്ങനെയായിരിക്കും വരിക? ആൻറ്റി ഗേറ്റിൽ എന്ത് കണ്ടീഷൻ തരുന്നു? ആൻറ്റി ഗേറ്റിലെ കണ്ടീഷൻ തരുന്നു. ആൻറ്റി ഗേറ്റിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 0-0 കൊടുത്താൽ സ്വിച്ച് രണ്ടും ക്ലോസ് ചെയ്ത് വെച്ചാൽ ബൾബ് കത്തരുത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് ചെയ്യരുത്? ബൾബ് കത്തരുത്. 2 സ്വിച്ചും ഓൺ ആക്കുമ്പോൾ മാത്രമേ ബൾബ് കത്താൻ വേണ്ടി പാടുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ റിയലൈസേഷൻ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഫിഗർ നോക്കുക. സീരീസിൽ 2 സ്വിച്ചുകളും സീരീസ് ആയിട്ട് വെച്ചാൽ അടുപ്പിച്ച് വെക്കുക. പാരലായി വെക്കുന്നതിന് പകരം 2 സ്വിച്ചുകൾ ഇങ്ങനെ മുകളിലും താഴത്തും വെക്കുന്നതിന് സീരീസ് കണക്ട് ചെയ്യുക. അതായത് ഈ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. ഇനി ഈ സ്വിച്ച് ക്ലോസ് ചെയ്താലോ? കറണ്ട് ഫ്ലോ ചെയ്യില്ല. രണ്ടും ഓപ്പൺ ആക്കിയിട്ടാലോ? ബൾബ് ഫ്ലോ ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൾബ് കത്തില്ല. ഇത് രണ്ടും ഒരുമിച്ച് ഇത് 1-1 ആവുമ്പോൾ മാത്രമല്ല എന്ത് ചെയ്യുന്നുള്ളൂ? ബൾബ് കത്തുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് സ്വിച്ച്. അപ്പോൾ ഗേറ്റുകളെ നമ്മൾ 2 രീതിയിൽ റെപ്രസെൻറ്റേഷൻ വരാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ബൾബ് സ്വിച്ച് വരുന്ന സമയത്ത് അതൊന്നും മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ബൾബ് സ്വിച്ച് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ള കണക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ റിയലൈസേഷൻ യൂസിങ് സ്വിച്ച്. ആൻഡ് ഗേറ്റും കിട്ടി, അതേപോലെ തന്നെ എന്ത് കിട്ടി? നമ്മുടെ OR ഗേറ്റും കിട്ടി. ഇനി വേവ് ഫോം കൊടുക്കാം. ഞാൻ ഡിജിറ്റൽ വേവ് ഫോം പറഞ്ഞായിരുന്നു. ഇവിടെ 0 ആണ്, ഇങ്ങനെ വന്നാൽ 1 ആണ്, ഇങ്ങനെ വന്നാൽ 0 ആണ്, ഇങ്ങനെ വന്നാൽ 1 ആണ്. ഓക്കെ, ഇത് A ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇത് B ആണെന്ന് വിചാരിക്കാം. B ഇവിടെ 0, ഇവിടെ 1, ഇവിടെയും 1, ഇവിടെ 0. നിങ്ങൾ നോക്കണേ, ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് വരച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് എക്കും ബിക്കും ഞാൻ 0 കൊടുത്തു. ഇത് ആരാണറിയോ? OR ഗേറ്റ് ആണ്. OR ഗേറ്റ് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. നിങ്ങൾ ആലോചിക്കുക, ഡിജിറ്റൽ ഫോമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്ന ആലോചിക്കുക. OR ഗേറ്റ് ആണ്. OR ഗേറ്റ് ആവുന്ന സമയത്ത് എന്താ കണ്ടീഷൻ? OR ഗേറ്റ് ആവുമ്പോൾ രണ്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? Y = A+B എന്നുള്ള ഫോമിലല്ലേ? രണ്ടും ലോ ആണെങ്കിൽ ലോ പ്ലസ് ലോ എന്താ? ലോ അല്ലേ? 0 + 0 0. അപ്പോൾ ഔട്ട്പുട്ട് 0. ഇനി ഇവിടെ നോക്കുക, രണ്ടും 1 ആണ്. 1 ഉം 1 വന്നാൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻപുട്ട് 0 ആണ്, ഇവിടെ 1 ആണ്. എൻ്റെ വാല്യൂ 0 ആണ്, ബീൻ്റെ വാല്യൂ 1. അപ്പോൾ 0 + 1 എന്താ? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ 1 വരും. അതേപോലെ ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. 1 + 0 എന്താണ്? 1 ആണ്. സോ ഇവിടെ നിങ്ങൾ ഔട്ട്പുട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരയ്ക്കാം. ഇനി ഞാൻ ഇപ്പുറത്ത് വരച്ചിരിക്കുന്ന ഫിഗർ നോക്ക് നിങ്ങൾ. ഇവിടെ എൻ്റെ വാല്യൂ 0, ബീൻ്റെ വാല്യൂ 0. 0 0 ആഡ് ചെയ്താൽ 0. ഇനി ഇവിടെ ചെറിയൊരു ഭാഗത്ത് 1, ഇവിടെ ചെറിയ ഭാഗത്ത് 0. 1 ഉം 0 ആഡ് ചെയ്താൽ ഹൈ വാല്യൂ 1. ഇവിടെ 1, ഇവിടെ 1, ഇവിടെയും 1. ഇവിടെ 0, ഇവിടെ 1, ഇവിടെയും 1. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. രണ്ടും 0 വന്നാൽ മാത്രമേ ഇത് 0 വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ വേവ് ഫോം എയും ബിയും തന്നിട്ട് വേവ് ഫോമിൽ വരയ്ക്കാൻ വേണ്ടി ചോദിച്ചാൽ അതെങ്ങനെ വരയ്ക്കണം എന്നുള്ള ഐഡിയ കിട്ടണം. 0 0 വന്നാൽ 0 വരയ്ക്കുക, 1 1 വന്നാൽ 1 വരയ്ക്കുക, 0 1 വന്നാൽ 1 വരയ്ക്കുക, 1 0 വന്നാൽ 1 വരയ്ക്കുക. ഇത് OR ഗേറ്റിൻ്റെ ഫോമാണ്. അതേപോലെ ആൻഡ് ഗേറ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആൻഡ് ഗേറ്റിൻ്റെ ഫോം നോക്ക് നിങ്ങൾ. ആൻഡ് ഗേറ്റിൻ്റെ ഫോം നോക്കുക. A0 B0. 0 ഉം 0 ഉം വന്നാൽ 0 ആണ്. 1 ഉം 0 ഉം വന്നാൽ 0 ആണ്. 0 ഉം 1 ഉം വന്നാൽ 0 ആണ്. എപ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ? ഒരു ഹൈ വാല്യൂ എപ്പോഴാണ് വരിക? 1 ഉം 1 ഉം വന്നാൽ മാത്രമേ ഹൈ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ 0 0 വന്നാൽ 0, 1 0 വന്നാൽ 0, 0 ഉം 1 ഉം വന്നാൽ 0, 1 1 വരുന്ന സമയത്ത് 1, 0 ഉം 0 ഉം വന്നാൽ 0. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഹൈ വാല്യൂസ് നോക്കിയിട്ട്, അതായത് എ ബിൻ്റെ വാല്യൂസ് വേവ് ഫോം നോക്കിക്കൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട്, ആ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? വരയ്ക്കേണ്ടി വരും. ദർ ഇസ് എ പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ 2 പറഞ്ഞത് ഏതൊക്കെയാണ്? ആൻഡ് ഗേറ്റും OR ഗേറ്റും. എന്താണ് ആൻഡ് ഗേറ്റ്? ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ, ആൻഡ് ഗേറ്റിൻ്റെ ഫിഗർ എന്താ? ഒരു D വരയ്ക്കുക. ഇക്വേഷൻ എന്താ? A.B. ഇനി OR ഗേറ്റ് ആണെങ്കിലോ, OR ഗേറ്റ് ആവുന്ന സമയത്ത് ലൈക്ക് ദിസ്, ഏകദേശം ഇങ്ങനെയായിരിക്കും. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ? A+B. ഇതിൻ്റെ ഔട്ട്പുട്ട് A.B. സോ രണ്ട് ഔട്ട്പുട്ട് Y = A.B, അതേപോലെ A+B. ഇതൊക്കെ എന്താ? പ്രിൻസിപ്പൽ ഗേറ്റ്സാണ്. പ്രിൻസിപ്പൽ ഗേറ്റ്സ് 3 പഠിപ്പിച്ചായിരുന്നു. ഏതൊക്കെയാ? OR, AND ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നോട്ട് ഗേറ്റ്. നമുക്കിനി നോക്കാനുള്ള നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ ഈസിയാണ്. ഒരു ട്രയാങ്കിൾ ആയിരിക്കും, മുന്നിൽ ഒരു ബട്ടൺ കൊടുക്കാം. ഇതിനൊരൊറ്റ ഇൻപുട്ടേ ഉള്ളൂ. അതായത് നമ്മൾ A കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. Y = A ബാർ ആണ്. എന്താണ് A ബാർ? നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റ് ആക്കുന്ന ആൾ. നിങ്ങളിവിടെ 0 കൊടുത്താൽ ഇവൻ 1 ആക്കി മാറ്റും, 1 കൊടുത്താൽ 0 ആക്കി മാറ്റും. ഇത് മാത്രമേ ഉള്ളൂ. നോട്ട് ഗേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകത എന്താ? നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. നിങ്ങൾ ഹൈ കൊടുത്താൽ ലോ വാല്യൂ ആക്കും, ലോ കൊടുത്താൽ ഹൈ വാല്യൂ ആക്കും. ഇതിനാണ് നമ്മൾ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നൽ വരുന്നു, അത് ഹൈ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് ലോ വാല്യൂലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? നോട്ട് ഗേറ്റ് കൊടുത്താൽ മതി. ഹൈ വാല്യൂവിനെ ലോ വാല്യൂലേക്ക് മാറ്റാൻ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യും. ഇനി ലോ വാല്യൂവിനെ ഹൈ വാല്യൂലേക്ക് മാറ്റാൻ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യും. 0നെ 1 ആക്കാനും 1നെ 0 ആക്കാനും.
ഈ ഡിജിറ്റൽ വേവ് ഫോമിൽ നമ്മൾ ബൈനറി പോയിന്റ്സുകളാണ് 0, 1 കേട്ടോ, ഹൈ ലോ എന്നുള്ള ഇതിൽ ആലോചിക്കുക. 0നെ 1 ആക്കാൻ അല്ലെങ്കിൽ 1നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ഗേറ്റ് യൂസ് ചെയ്യും. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ? എ ബാർ ആണ്. അപ്പോൾ 1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ? 0 ഇനി 0 ബാർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 1ൻ്റെ ബാർ എന്ന് പറഞ്ഞാൽ 0 0ത്തിൻ്റെ ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്ത് 1ൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പറയാം. ഞാൻ എപ്പോഴും കണക്ട് എങ്ങനെയാണ്? ഒന്ന് തിരിച്ചിട്ടാൽ 1 ബാർ എന്ന് പറഞ്ഞാൽ 1നെ തിരിച്ചിട്ടാൽ 0, 0ത്തെ തിരിച്ചിട്ടാൽ 1, 1നെ തിരിച്ചിട്ടാൽ 0, 0ത്തെ തിരിച്ചിട്ടാൽ 1 എന്നിതിൽ ആലോചിക്കുക. y ഈസ് ഈക്വൽ എ ബാർ. അപ്പോൾ എക്ക് നിങ്ങൾ 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0, 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0, 0 കൊടുത്താൽ 1, 1 കൊടുത്താൽ 0 എന്നുള്ള രീതിയിലാണ് വരിക. എന്താണോ കൊടുക്കുക അത് നേരെ ഓപ്പോസിറ്റ് ആക്കി തരും. ഇനി അതിൻ്റെ റിയലൈസേഷൻ കൂടി നോക്കാം നമുക്ക്. എന്താണത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിന് തൊട്ട് ഇപ്പുറത്ത് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്വിച്ച് ഓണാക്കി സ്വിച്ച് ഓഫാക്കി ഇടുകയാണെങ്കിൽ കറണ്ട് ഇതിലൂടെ കടന്നു പോയിട്ട് ബൾബ് എന്ത് ചെയ്യും? കത്തും. ഇനി ഞാനിവിടെ കണക്ഷൻ കൊടുത്താലോ? ഇവിടെ കണക്ഷൻ കൊടുത്താൽ ഏറ്റവും വീക്കായ റെസിസ്റ്റൻസ് കുറഞ്ഞ വയലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ കത്തില്ല. ഇവിടെ സ്വിച്ച് കണക്ഷൻ കൊടുക്കുക, ഇവിടെ ഞാൻ സ്വിച്ച് ഓപ്പൺ ആക്കിയിട്ടാൽ ഇത് കത്തും, ഇത് ഞാൻ ക്ലോസ് ആക്കിയാൽ ഇത് കത്തില്ല, കറണ്ട് ഇതിലൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. ഇനി അതിൻ്റെ വേവ് ഫോം നോക്കുക. വേവ് ഫോം നോക്കണേ. ഹൈ വാല്യൂ ഔട്ട്പുട്ട് ലോ, ഹൈ വാല്യൂ ഔട്ട്പുട്ട് ലോ, ലോ വാല്യൂ ആകുമ്പോൾ ഹൈ, ലോ വാല്യൂ ആകുമ്പോൾ ഹൈ എന്ന രീതിയിൽ ആലോചിക്കുക. 1 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 0, 1 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 0, 0 കൊടുത്തപ്പോൾ 1, 0 കൊടുത്തപ്പോൾ 1. സോ ദീസ് ആർ ദ 3 ആളുകൾ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? യൂണിവേഴ്സൽ 2 ഗേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നാൻഡും നോറും. എന്താണ്? നാൻഡും നോറും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം എന്താണ് നോർ ഗേറ്റ്. ആദ്യം നോർ പഠിക്കാം. നോർ നമ്മുടെ ഓർ ഗേറ്റ് ഉണ്ടല്ലേ, ഈ ഓർ ഗേറ്റിൻ്റെ കൂടെ ഞാനൊരു നോട്ട് ഗേറ്റ് ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനെയാണ് നമ്മൾ നോർ ഗേറ്റ് എന്ന് വിളിക്കുക. ഓർ ഗേറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ഞാൻ ചേർത്ത് വെക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ സിമ്പിൾ ലോജിക്ക് ഞാൻ ചോദിക്കട്ടെ. സിമ്പിൾ ചോദിക്കുകയാണെ, ഞാനിവിടെ 0 കൊടുത്താൽ ഓർ ഗേറ്റ് ഔട്ട്പുട്ട് എന്താ? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A+B അല്ലേ. സോ ഇവിടെ നിങ്ങൾ 0 കൊടുത്താൽ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് 0 + 0 0 ആണ്. 0 + 0 0 ആണ്. ഈ 0 ഒരു നോട്ട് ഗേറ്റിലൂടെ കടന്ന് ഇപ്പുറത്തേക്ക് എന്തുണ്ടാവും? അതിൻ്റെ വാല്യൂ തിരിഞ്ഞു വരും. 0 കൊടുത്താൽ അത് 1 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ കൂടെ ഞാനൊരു നോട്ട് ഗേറ്റിനെ ചേർത്ത് വെക്കുന്നതാണ് എന്ത്? നോർ ഗേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സിമ്പിൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയല്ല സിമ്പിൾ വരയ്ക്കുക. സിമ്പിൾ ഇങ്ങനെയാണ്. നമ്മുടെ നോർ ഗേറ്റ് വരയ്ക്കാം, അതിൻ്റെ മുന്നിൽ ചെറിയൊരു വട്ടം കൊടുക്കാം. അതായത് സിമ്പിൾ നോട്ട് വട്ടം ഈസ് റെപ്രസെൻറ്റ്സ് നോട്ട് ഗേറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയേ ഉള്ളൂ, ഓർ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു വട്ടം വരികയാണെങ്കിൽ ആ വട്ടം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർ ഗേറ്റ് അല്ല, അത് നോർ ഗേറ്റ് ആണ്. സോ y ഈസ് ഈക്വൽ ടു A+B ആണ് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്കിൽ അത് തല തിരിച്ചുള്ള ആൻസർ ആയിരിക്കണം നോർ ഗേറ്റ്. A+B ബാർ വരും. കാരണം ഓർ ഗേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എയും ബിയും ആണെങ്കിൽ, നോറിൽ കൊടുക്കുന്ന ഇൻപുട്ട് എയും ബിയും ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഓറിൻ്റെ ഔട്ട്പുട്ട് A+B. ആ കിട്ടിയ ആൻസറിനെ നോട്ടിലൂടെ കടത്തി വിടുമ്പോൾ അത് തല തിരിച്ചിടണം. അപ്പോൾ A+B ബാർ വരും. അപ്പോൾ നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഓർ ആൻഡ് ദർ വിൽ ബി ഒരു വട്ടം ഫ്രണ്ടിൽ ഉണ്ടാവും ആൻഡ് ദ ഇക്വേഷൻ അതിൻ്റെ ഓപ്പറേഷൻ വിൽ ബി A+B ബാർ എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ചു നോക്കിയാലോ. നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ചു നോക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം മക്കളെ? അതായത് ഇവിടെ ഞാൻ എൻ്റെ വാല്യൂ ബീൻ്റെ വാല്യൂ അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാം. എക്കും ബിക്കും ഞാൻ 0 കൊടുത്തു. എക്കും ബിക്കും ഞാൻ 0 കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരിക? എക്കും ബിക്കും 0 കൊടുത്താൽ 0 + 0 ആൻസർ എന്താ എല്ലാവർക്കും അറിയാലോ. 0 + 0 എത്രയാ? 0 ആണ്. അതിൻ്റെ ബാർ 0 ബാർ എത്രയാ? 1 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഓർ ഗേറ്റ് ആലോചിക്കുക. 0 + 0 0 തിരിച്ചിടുക. ഈ തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ ബാറാട്ടോ. നോട്ട് ഗേറ്റിൻ്റെ പ്രോസസ്സ് ഞാൻ തിരിച്ചിടുക എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 0 + 0 0 ആണ്, തിരിച്ചിട്ടാൽ 1. ഇനി 0 1 0യും 1ഉം ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. 1ഉം 0യും ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. 1ഉം 1ഉം ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. ഈ തിരിച്ചിടുക എന്നുള്ളത് എന്താ അറിയോ? ബാറാണേ. ഏത് ബാർ? A+B ബാർ. ആ ടൈമിനെയാണ് നമ്മൾ അതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ നോർ ഗേറ്റ് സെറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറോ, ഒരു ഔട്ട്പുട്ട് ഫിഗർ കൊടുക്കുക. അതായത് ഞാനൊരു വേവ് ഫോം കൊടുക്കുക. വേവ് ഫോം കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് കണക്ഷൻ കിട്ടുന്ന നോക്കണേ. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ലോ ഹൈ ലോ, ഇത് ലോ ഹൈ ലോ, ഇത് എ ആണ്. ദിസ് ഈസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലോ ഒരു ഹൈ ലോ ഹൈ ആണ്. എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ വരും എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ വരും? അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് എന്ന് പറയുമ്പോൾ 0യും 1ഉം വന്നാൽ 0യും 1ഉം ആഡ് ചെയ്താൽ 1, അത് തിരിച്ചിട്ടാൽ 0. അപ്പോൾ ഔട്ട്പുട്ട് വേവ് 0, ആദ്യ ആളുള്ള 0. ഇനി 1ഉം 0യും വന്നാൽ, ഓർ ഗേറ്റിൽ 1ഉം 0യും വന്നാൽ 1 + 0 1, അത് തിരിച്ചിടണം നോർ ഗേറ്റ് ആകുമ്പോൾ. തിരിച്ചിടുമ്പോൾ 0.
ഇനി 0യും 1ഉം വന്നാലോ, 0യും 1ഉം വന്നാൽ 0യും 1ഉം ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ലോ വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ നോർ ഗേറ്റിൽ ഒരൊറ്റ കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹൈ വാല്യൂ വരുന്നത്. എപ്പോഴാണ്? 0യും 0യും വന്നാൽ, 0യും 0യും വന്നാൽ ആഡ് ചെയ്യുമ്പോൾ 0, അതിന് തിരിച്ചിട്ടാൽ 1 കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നാൻഡ് ഗേറ്റും. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാം, നോർ ഗേറ്റിൻ്റെ സിമ്പിൾ കാണിക്കാം. നോർ ഗേറ്റും അതേപോലെ തന്നെ അതിൻ്റെ വേവ് ഫോം കാണിച്ചു തരാം. നോർ ഗേറ്റിൻ്റെ സിമ്പിൾ അതേപോലെ ഇക്വേഷൻ A+B ബാറാണ്. ട്രൂത്ത് ടേബിൾ നോക്കുക. 0 0 കൊടുത്താൽ 0 തിരിച്ചിട്ടാൽ 1, ബാക്കി എല്ലാ കേസിലും എന്താണ്, 0 ആണ്. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഹൈയും കൊടുത്താൽ ആൻസർ 1 + 1 1 തിരിച്ചിട്ടാൽ 0. 0യും 0യും കൊടുത്താൽ ഹൈ, 0യും 1ഉം കൊടുത്താൽ 0, 1ഉം 0യും കൊടുത്താൽ 0, 1ഉം 1ഉം കൊടുത്താൽ 0, 0യും 0യും കൊടുത്താൽ ഹൈ. 0യും 0യും കൊടുക്കുമ്പോൾ മാത്രമേ ഹൈ വരുന്നുള്ളൂ. 0 + 0 0 തിരിച്ചിട്ടാൽ 1. ആ രീതിയിൽ നിങ്ങളിങ്ങനെ പറഞ്ഞ് 1 2 പ്രാവശ്യം സെറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളിതിൽ വളരെ സ്ട്രോങ് ആണെങ്കിൽ, അഥവാ ഒന്നുകൂടി നിങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. ആ രീതിയിൽ ചിന്തിക്കുക നിങ്ങളെല്ലാവരും. നെക്സ്റ്റ് നാൻഡ് ഗേറ്റ് ആണ്, സിമിലർ ടു നോർ ഗേറ്റ്. എങ്ങനെയാണ്? നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആൻഡ് ഗേറ്റിൻ്റെ കൂടെ ആൻഡ് ഗേറ്റിൽ നമ്മൾ A, B എന്നുള്ള 2 ഇൻപുട്ട് കൊടുക്കുന്നു. അത് നമ്മൾ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് വിൽ ബി A.B. ഈ ഔട്ട്പുട്ട് നമ്മളൊരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എന്താ സംഭവിക്കുക? ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എന്താ സംഭവിക്കുക? എക്ക് നിങ്ങളിപ്പോൾ സപ്പോസ് 0 കൊടുക്കുന്നു, ബിക്ക് നിങ്ങൾ 0 കൊടുക്കുന്നു. 0യും 0യും ആൻഡ് ഗേറ്റിലൂടെ കടന്നു പോയാൽ ആൻസർ 0 × 0 0 ആയിരിക്കും. ഈ 0 ഒരു നോട്ട് ഗേറ്റിലൂടെ കടന്നു പോയാൽ ആൻസർ വിൽ ബിക്കം 1. അപ്പോൾ നമ്മളിവിടെ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇത്രയേ ഉള്ളൂ. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ് ഗേറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ചേർത്ത് വെക്കുക. അതായത് ഒരു ആൻഡ് ഗേറ്റിൻ്റെ സിമ്പലിൽ ഒരു വട്ടം വന്നാൽ അത് നാൻഡ് ഗേറ്റായി. സോ ഇവിടെ നമ്മൾ A, B എന്നുള്ള 2 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y is equal to A.B ബാറാണ്. ദ ബാർ റെപ്രസെൻറ്റേഷൻ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് നോട്ട് ഗേറ്റ്. എന്താണോ കൊടുക്കുന്നത് അത് തല തിരിച്ചിടുന്ന ആളാണ് എന്ത്, നമ്മുടെ നാൻഡ് ഗേറ്റ്. ഓക്കെ, സോ y is equal to A.B ബാർ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുകയാണെങ്കിൽ A, B അതേപോലെ y. ഇവിടെ ഞാൻ 0 0 കൊടുത്താൽ 0യും 0യും മൾട്ടിപ്ലൈ ചെയ്താൽ 0 തിരിച്ചിട്ടാൽ 1, 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്താൽ 0 തിരിച്ചിട്ടാൽ 1, 0യും 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 0 തിരിച്ചിട്ടാൽ 1, 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഗേറ്റിൽ ഒരൊറ്റ കേസിൽ മാത്രമേ ലോ വാല്യൂ വരുന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഹൈ വാല്യൂസ് അല്ലേ വരുന്നത്. 0 0 വരുമ്പോൾ എന്താ, 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 0 തിരിച്ച് 1. അതായത് 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 0 തിരിച്ചിട്ടാൽ 1, 0യും 1ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 തിരിച്ചിട്ടാൽ 1, 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 തിരിച്ചിട്ടാൽ 0. ട്രൂത്ത് ടേബിൾ ഇങ്ങനെ വരും. സോ നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ് എന്താ സിമ്പിൾ വ്യത്യാസമുണ്ടോ? ഓർ ഗേറ്റിൻ്റെ കൂടെ നോട്ട് ഗേറ്റ് ചേർക്കുന്നതാണ് എന്ത്, നോർ. ആൻഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുന്നതാണ് നാൻഡ്. A+B ബാർ A.B ബാർ എന്ന രീതിയിൽ ആലോചിക്കുക. അതിൻ്റെ വേവ് ഫോം നോക്കുക. 1ഉം 1 വരും, 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0, 0യും 0യും വന്നാൽ 0യും 0യും മൾട്ടിപ്ലൈ ചെയ്താൽ 0 തിരിച്ചിട്ടാൽ 1, 0യും 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 0 തിരിച്ചിട്ടാൽ 1, 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്താൽ 0 തിരിച്ചിട്ടാൽ 1. ഏത് രീതിയിലാണ് വരിക? ദിസ് ഇസ് ദ വേവ് ഫോം. അപ്പോൾ നമ്മൾ 5 ഗേറ്റുകൾ നോക്കി. 5 ഗേറ്റുകൾ ഏതൊക്കെയാണ്? 5 ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റ് എന്ന് പറയുന്ന സമയത്ത് ദിസ് ഇസ് ദ സിമ്പിൾ. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി A+B. എന്താ നോർ ഗേറ്റ്? നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് തന്നെ, അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ട് ഗേറ്റ് ചേർക്കുന്നതാണ് എന്ത്, നോർ ഗേറ്റ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താ, A+B ബാർ. ഇനി അതേപോലെ തന്നെ ആൻഡ് ഗേറ്റ്. എന്താ ആൻഡ് ഗേറ്റ്? ഇതാണ് ആൻഡ് ഗേറ്റ്. A, B എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് വിൽ ബി A.B. ഇനി ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ചേർത്താൽ ദാറ്റ് വിൽ ബിക്കം നാൻഡ് ഗേറ്റ്. A, B എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് വിൽ ബിക്കം A.B ബാർ. A.B ബാർ വരും. ദിസ് ഇസ് ദ കണ്ടീഷൻസ്. ഇനി ഇവിടെ 2-3 സ്പെഷ്യൽ കേസുകളുണ്ട്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള 2-3 സ്പെഷ്യൽ കേസുകളുണ്ട്. അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. അതായത് എൻ്റെ കയ്യിലുള്ള നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റില്ലേ, ഇതേത് ഗേറ്റാ? നാൻഡ്. ഇതേത് ഗേറ്റാ? ഇത് നോർ. ഈ 2 ഗേറ്റുകളെയും എനിക്ക് നോട്ട് ഗേറ്റ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഈ 2 ഗേറ്റുകളും ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ രണ്ടാളും നോട്ട് ഗേറ്റിൻ്റെ ബിഹേവിയർ ആയിട്ട് കാണിക്കും. എങ്ങനെ അറിയോ? അതായത് 2ൻ്റെയും ഇൻപുട്ട് ഞാൻ സെയിം ആക്കുന്നു. 2 ആളുകളുടെയും ഇൻപുട്ട് നമ്മൾ സെയിം ആക്കുന്നു. 2 ആളുകളുടെയും ഇൻപുട്ട് സെയിം ആക്കി കഴിഞ്ഞാൽ മൂപ്പരാളില്ലതാ ഈ നാൻഡ് ഗേറ്റ് ആയിക്കോട്ടെ ആ നോർ ഗേറ്റ് ആയിക്കോട്ടെ 2 ആളും സ്വഭാവം നോട്ട് ഗേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിനൊരു എക്സാമ്പിൾ എങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കണ്ടോ? സാർ അതെങ്ങനെ? y is equal to A.B ബാർ അല്ലേ? അതെ, ഞാനിവിടെ 0 കൊടുത്താൽ 2 ഇൻപുട്ടും 0 ആണ്. നമുക്കിവിടെ 0.0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. 0 ബാർ എന്താ? 1 അല്ലേ? ഞാനിവിടെ കൊടുത്ത ഇൻപുട്ട് 0 ആണ്, ഔട്ട്പുട്ട് 1 അല്ലേ?
ഇനി ഞാനിവിടെ നമ്മൾ എന്ത് കൊടുക്കാം, 1 കൊടുക്കാം. ഇവിടെ ഞാൻ 1 കൊടുത്താൽ ഇവിടെ രണ്ട് ഇൻപുട്ടും 1 ആണ്. അപ്പോൾ 1.1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ പവർ എന്താ, 0 അല്ലേ. 1 കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 0 കിട്ടി. അപ്പോൾ നാൻഡ് ഗേറ്റ് ആയിക്കോട്ടെ നോട്ട് ഗേറ്റ് ആയിക്കോട്ടെ, രണ്ടിലും നമ്മൾ രണ്ടിൻ്റെയും സ്വഭാവം നോട്ട് ഗേറ്റ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി എന്താണ്, രണ്ടാളും നോട്ട് ഗേറ്റ് ആയിട്ട് മാറുക എപ്പോഴാണ്, രണ്ടിൻ്റെയും ഇൻപുട്ട് സെയിം ആക്കിയാൽ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ഏത് ഗേറ്റ് പോലെ ആക്ട് ചെയ്യും, ഇറ്റ് വിൽ ആക്ട് ആസ് നോട്ട് ഗേറ്റ്. ഇറ്റ് വിൽ ആക്ട് ആസ് നോട്ട് ഗേറ്റ്. സാധാ നോട്ട് ഗേറ്റ് പോലെ ആക്ട് ചെയ്യും. സാധാ നോട്ട് ഗേറ്റ് പോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടാവും ഇനിയെങ്കിലും പ്രോബ്ലം ചെയ്യാം. ഞാനിവിടെ പ്രോബ്ലം ചെയ്യാനുള്ള എല്ലാ ഐഡിയാസുമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബൂളിയൻ ലോജിക് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ബൂളിയൻ ഓൾജിബ്ര. അവിടെ നിങ്ങൾ 2-3 ഐഡിയാസും കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ ഓരോ ടൈം എടുക്കാം. 1+1 എന്ന് പറഞ്ഞാൽ എന്താ, 1 അല്ലേ. 1+1 1 അല്ലേ. അതായത് A+A എന്ന് പറഞ്ഞാൽ A തന്നെയായിരിക്കും. 1+1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ, 1 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച സെയിം ഐഡിയാസ് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. 1+1 1. അപ്പോൾ A+A എന്താ, A. 1.1 എന്താ, 1 അല്ലേ. അതേപോലെ A.A എന്താ, A തന്നെ. അപ്പോൾ ഫസ്റ്റത്തതും സെക്കൻഡും സെറ്റായി. ഇനി A+1 എന്ന് പറഞ്ഞിരിക്കുന്നത് A+1 എന്ന് പറയുന്നത് ആലോചിക്കുക. ഇവിടെ Aൻ്റെ വാല്യൂ 0 വരാം. Aൻ്റെ വാല്യൂ 0 വന്നാൽ ആൻസർ എന്താ, 0+1 1 ആണ്. ഇനി Aൻ്റെ വാല്യൂ 1 വരാം. 1 വന്നാൽ 1+1 എന്താ, 1 അല്ലേ വരിക. അതായത് A+1 Aനോട് ഒരു ഹൈ വാല്യൂ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഹൈ വാല്യൂ. A+1 എന്താ, 1 ആണ്. ഇനി A.1 എന്താ, A.1 എന്ന് പറഞ്ഞാൽ A തന്നെയായിരിക്കും. സപ്പോസ് 1.1 എന്താ, 1 ആണ്. 0.1 എന്താ, 0 അല്ലേ. അതായത് A.1 എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ 1.1 1 ആണ്, 0.1 0 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്താണോ അതാണ് ഇവിടെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ A.1 A ആണെങ്കിൽ 1.1 1 ആണ്, 0.1. അപ്പോൾ A.1 എന്താണ്, A തന്നെയാണ് വരിക. അതൊന്നുമല്ല നമുക്കിവിടെ ആവശ്യം. നമുക്ക് കൂടുതൽ ആവശ്യമുള്ള സാധനം എന്താ, ഈ ഒരു സാധനം ഡി മോർഗൻസ് ലോ. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത്, ഡി മോർഗൻസ് ലോ. എന്താണ് ഡി മോർഗൻസ് ലോ അറിയോ, A+B ബാർ. ഈ A+B ബാർ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. A+B ബാർ എന്ന് പറഞ്ഞാൽ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. A+B ബാറിന് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ, A.B ബാർ എന്ന് എഴുതാം. A+B ബാറിനെ A.B എന്ന് എഴുതാം. അതേപോലെ തന്നെ A.B ബാറിനെ നിങ്ങൾക്ക് A+B എന്ന് എഴുതാം. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. A+B ബാർ is equal to A.B ബാർ. അതേപോലെ A.B ബാർ is equal to A+B എന്നുള്ള റിസൾട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ദിസ് ഈസ് ഡി മോർഗൻസ് ലോ. അതേപോലെ A.all ബാർ എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. അതായത് 1 ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇൻവേഴ്സ്, അതായത് 1 തിരിച്ചിട്ടാൽ 0, 0 തിരിച്ചിട്ടാൽ 1. അതായത് 1 ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താ, 0 ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. A.all ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി A. Aനെ ആദ്യം തിരിച്ചിടുക, പിന്നെ ഒന്നുകൂടി തിരിച്ചിടുക. 1നെ ആദ്യം തിരിച്ചിടുമ്പോൾ 0 ആവും, 0ത്തെ പിന്നെയും തിരിച്ചിട്ടാൽ 1 ആവും. അതേപോലെ A.all ബാർ എന്ന് പറഞ്ഞാൽ A. അപ്പോൾ ഈ ഡിമോർഗൻസിലും എല്ലാവരും നോട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. പ്രോബ്ലത്തിലേക്ക് കടക്കാൻ വേണ്ടി പോട്ടെ. ഈ പ്രോബ്ലം ചെയ്യാനുള്ള വളരെ ബേസിക് ആയുള്ള ഐഡിയ നിങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിമ്പിളാണ്, പവർഫുള്ളാണ്, ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ 2 നോർ ഗേറ്റ് ഉണ്ട്. ഇതൊരു നോർ ഗേറ്റ്, ഇത് അടുത്ത നോർ ഗേറ്റ്. പക്ഷേ ഞാൻ ഇൻപുട്ട് ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിച്ചു, വളരെ സിമ്പിൾ ലോജിക്കാണ്. ഇത് നോർ ഗേറ്റാണ്, ഇതും നോർ ഗേറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഇൻപുട്ട് രണ്ടും സെയിം ആയി നിൽക്കുന്നത് കൊണ്ട് മൂപ്പരാൾ ആരെപ്പോലെയാണ് ബിഹേവ് ചെയ്യുക, നോട്ട് ഗേറ്റ് പോലെയാണ് ബിഹേവ് ചെയ്യുക. എന്താണോ കിട്ടുന്നത് അത് തിരിച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ വരിക. ആണോ? നോർ ഗേറ്റും 2 നോർ ഗേറ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നോക്കുക. ഒരു നോർ ഗേറ്റിനോട് 2 ഇൻപുട്ടും സെയിം ആയ ഒരു നോർ ഗേറ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റ് ആഡ് ചെയ്യുന്നുള്ള മീനിങ്ങാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഔട്ട്പുട്ട് നോക്കണേ, ഡിമോർഗൻസിലോ യൂസ് ചെയ്ത രീതി നോക്കിക്കൂടാ. ഞാനിവിടെ A.B എന്ന് കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താ, A+B ബാർ അല്ലേ, A+B ബാറാണ് അല്ലേ. ഈ A+B ബാറിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, A+B ബാർ ഞാൻ കൊടുത്തു.
എ പ്ലസ് ബി ബാർ ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ നോട്ട് ഗേറ്റിലേക്ക് വന്നതിൻ്റെ ആൻസർ എന്താ വരിക? എ പ്ലസ് ബി ബാർ ഇങ്ങോട്ടേക്ക് വന്നാൽ എ പ്ലസ് ബി ബാർ ഓൾ ബാർ വരില്ലേ? മനസ്സിലായില്ല? എടാ ഇവിടെ 0 ആണ് വന്നെങ്കിൽ ഇത് തിരിച്ചിടണമെങ്കിൽ ഇവിടെ 1 വരില്ലേ? ഇവിടെ എ പ്ലസ് ബി ബാർ ആ കിട്ടിയ ആൻസർ, അതിനെ ഒന്നും കൂടി തിരിച്ചിട്ടാലല്ലേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. അതെ, അപ്പോൾ എ പ്ലസ് ബി ബാർ ഓൾ ബാർ ആണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വരിക? എ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക ആൻസർ? നിങ്ങൾ പറ. നമ്മൾ പറഞ്ഞായിരുന്നു എ പ്ലസ് ബി ബാർ ഓൾ ബാർ, അതായത് എ ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എ എന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് വരും? എ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഗീവ് എ പ്ലസ് ബി. ഇത് ഏത് ഗേറ്റാ? ഓർ ഗേറ്റിൻ്റെ സിമ്പൽ അല്ലേ? ഇത് ഏത് ഗേറ്റാ? ഇത് ഓർ ഗേറ്റിൻ്റെ സിമ്പൽ അല്ലേ? എടാ നമ്മളൊരു ഓർ ഗേറ്റിനെ ഒരു നോട്ടുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് നോർ ഗേറ്റ് കിട്ടുക. പിന്നെയും അതിനൊരു നോട്ടുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഗേറ്റിനെ കിട്ടില്ലേ? സിമ്പിൾ ലോജിക് അതാണ്. അതായത് നോർ ഗേറ്റിനോട് ഒരു നോട്ട് ഗേറ്റ് ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ഓർ ഗേറ്റ്. സാർ ഒരു പ്രാവശ്യം കൂടി എടാ ഒന്ന് ആലോചിക്കുക. നോർ ഗേറ്റിൽ ഞാൻ എയും ബിയും എന്നുള്ള ഇൻപുട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എ പ്ലസ് ബി ബാർ ആണ്. ഈ എ പ്ലസ് ബി ബാർ ഞാനിതാ അടുത്ത നോർ ഗേറ്റിൽ കൊടുക്കുന്നു. പക്ഷേ ഈ നോർ ഗേറ്റ് ഇൻപുട്ട് രണ്ടും സെയിം ആയതുകൊണ്ട് മൂപ്പരാൾ ഒരു നോട്ട് ഗേറ്റ് പോലെ ആക്ട് ചെയ്യും. എന്താണോ കൊടുത്തത് അത് തിരിച്ചിടും. അപ്പോൾ എ പ്ലസ് ബി ബാറിനെ മൊത്തത്തിൽ ഇൻവേഴ്സ് ചെയ്യും. അപ്പോൾ എ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. അത് ഡിമോർഗൻസ് ലോ വെച്ച് നമ്മൾ പഠിച്ച കാര്യം. അതുകൊണ്ട് നമുക്ക് ഓർ ഗേറ്റ് കിട്ടി. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ആൻഡ് ഗേറ്റ് എടുക്കാം. ഇത് ഒരു നാൻഡ് ഗേറ്റ് ആണ്. അതിനോട് ചേർന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. എ ബി എന്നുള്ള ഇൻപുട്ടാണ് കൊടുത്തതെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? എ ബി എന്നുള്ള ഇൻപുട്ടാണ് കൊടുത്തതെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എ ഡോട്ട് ബി ബാർ ആയിരിക്കും. ഈ എ ഡോട്ട് ബി ബാർ അടുത്ത് പോകുന്ന എങ്ങോട്ടേക്കാ? നോട്ട് ഗേറ്റ് അല്ലേ? ഇറ്റ് വിൽ ആക്ട് ആസ് നോട്ട് ഗേറ്റ്. അതായത് നാൻഡ് ഗേറ്റ് തന്നെയാണ്, പക്ഷേ രണ്ട് ഇൻപുട്ട് സെയിം ആയതുകൊണ്ട് ഇറ്റ് വിൽ ആക്ട് ആസ് നോട്ട് ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ? എ ഡോട്ട് ബി ബാർ ഓൾ ബാർ. എ ഡോട്ട് ബി ബാർ ഒരു സാധനത്തിൻ്റെ ബാർ ഓൾ ബാർ എന്താ? ആ സാധനം തന്നെയല്ലേ എ ഡോട്ട് ബി. ഈ എ ഡോട്ട് ബി ഏത് ഗേറ്റാ? ആൻഡ് ഗേറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, രണ്ട് നോർ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കാം. രണ്ട് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. രണ്ട് നോർ ഗേറ്റ് ഉപയോഗിച്ച് എനിക്കൊരു ഓർ ഗേറ്റ് ഉണ്ടാക്കാം. രണ്ട് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? രണ്ട് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കൊരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. സോ ഇത്രയും സാധനം സെറ്റാണോ? അതേപോലെ തന്നെ അടുത്തൊരു കേസും കൂടി ഉണ്ട്. ഇതും കൂടി ചെയ്യുമ്പോൾ നമ്മൾ സെറ്റായി. പിന്നെ അതിൽ കൂടുതൽ കേസുകൾ വരാനില്ല. എൻ്റെ കൈമൽ ഇതാ ഒരു ആൻഡ് ഗേറ്റ്, ഒരു നാൻഡ് ഗേറ്റ്, ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നുകൂടി ചെയ്ത് നോക്കുമ്പോഴും എന്നാലും അത് കൂടുതൽ സെറ്റ് ആവുള്ളൂ. 3 നാൻഡ് ഗേറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3 നാൻഡ് ഗേറ്റുകൾ. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇത് 3 നാൻഡ് ഗേറ്റുകൾ ആണെങ്കിൽ കൂടി ഈ നാൻഡ് ഗേറ്റും ഈ നാൻഡ് ഗേറ്റും എന്ത് സ്വഭാവക്കാരനാണ്? രണ്ടിന് ഇൻപുട്ട് സെയിം ആയതുകൊണ്ട് മൂപ്പരാൾ നോട്ട് ഗേറ്റ് പോലെ ആക്ട് ചെയ്യുക. ഇവിടെ എയും ഇവിടെ ബിയും കൊടുത്താൽ എ ഇങ്ങോട്ട് വന്നാൽ എ ബാർ ആവും, ബി ഇങ്ങോട്ട് വന്നാൽ ബി ബാർ ആവും. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. കാരണം ഈ രണ്ട് നാൻഡ് ഗേറ്റുകളും നോട്ട് ഗേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുക. 1 കൊടുത്താൽ 0 ആവും, 0 കൊടുത്താൽ 1 ആവും. അപ്പോൾ എ കൊടുത്തപ്പോൾ എ ബാർ, ബി കൊടുത്തപ്പോൾ ബി ബാർ. ഈ എ ബാറും ബി ബാറും എങ്ങോട്ടാണ് പോകുന്നത്? ഈ എ ബാറും ബി ബാറും ഏത് ഗേറ്റിലേക്കാണ്? നാൻഡ് ഗേറ്റിലേക്കാണ്. നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ് മക്കളെ? ഈ വന്നിരിക്കുന്ന രണ്ട് ആളുകൾ എ ബാർ ഡോട്ട് ബി ബാർ ഓൾ ബാർ അല്ലേ വരിക? അതായത് ഇവിടേക്ക് വന്ന ഔട്ട്പുട്ട് എയും ബിയും ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? എ ഡോട്ട് ബി ബാർ അല്ലേ? ഇവിടേക്ക് വന്ന ഔട്ട്പുട്ട് എ ബാറും അതേപോലെ തന്നെ ബി ബാറും ആയതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എ ബാർ ഡോട്ട് ബി ബാർ ഓൾ ബാർ വരും. ഈ ഒരു ആൻസർ കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് ഡിമോർഗൻസ് ലോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. യു ഗൈസ് റിമെമ്പർ വാട്ട് ഈസ് എ ബാർ ഡോട്ട് ബി ബാർ? ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും. എ ബാർ ഡോട്ട് ബി ബാർ. വാട്ട് ഈസ് എ ബാർ ഡോട്ട് ബി ബാർ? എ പ്ലസ് ബി ഓൾ ബാർ. എ ബാർ ഡോട്ട് ബി ബാർ എന്താണ്? എ പ്ലസ് ബി ഓൾ ബാർ ആണ്. സോ ഇവിടെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എ ബാർ ഡോട്ട് ബി ബാർ, ബാർ മുകളിലുണ്ട്. എ ബാർ ഡോട്ട് ബി ബാർ എന്താ? എ പ്ലസ് ബി ഓൾ ബാർ ആണ്. എ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്താ? എ പ്ലസ് ബി അല്ലേ? സോ നിങ്ങൾ നോക്കണേ, 3 നാൻഡ് ഗേറ്റുകൾ കൊണ്ട് ഞാൻ ആരുണ്ടാക്കി? ഓർ ഗേറ്റ് ഉണ്ടാക്കി. 3 നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കി. അതേപോലെ 3 നോർ ഗേറ്റുകൾ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോവാണെന്ന് നോക്കിക്കോളാം. നിങ്ങൾക്ക് അപ്പോൾ ഇതിനൊരു കണക്ഷൻ വരുന്നുണ്ടാവും. അടുത്തത് എന്താ കിട്ടാൻ വേണ്ടി പോകുന്നൊരു കണക്ഷൻ വന്നിട്ടുണ്ടാവും. എൻ്റെ കൈമേൽ ഒരു ഓർ ഗേറ്റ് ഉണ്ട്, പക്ഷേ ഷോർട്ട് ചെയ്താണ്. അതായത് ഇൻപുട്ട് സെയിം ആക്കിയ ആളാണ്. അതേപോലെ തന്നെ അടുത്ത ആളുണ്ട്. ഈ രണ്ടാളുകളും നേരെ കണക്ഷൻ കൊടുക്കുന്നത് ഒരു നോർ ഗേറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു. എ
ഈ നോർ ഗേറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുക, നോട്ട് ഗേറ്റ് ആക്ട് ചെയ്യുക. അപ്പോൾ എ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എ ബാർ ആവും. അതേപോലെ താഴെയുള്ള ബി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബി ബാർ ആവും. കാരണം ഈ രണ്ടാളുകളും നോട്ട് ഗേറ്റ് പോലെ ആക്ട് ചെയ്യും. വൈ? ബിക്കോസ് രണ്ടിൻ്റെയും ഇൻപുട്ട് സെയിം ആയതുകൊണ്ട് രണ്ട് നോർ ഗേറ്റുകളും നോട്ട് ഗേറ്റ് പോലെ ആക്ട് ചെയ്യും. 1 കൊടുത്താൽ 0, 0 കൊടുത്താൽ 1 എന്നുള്ള ഫോമിൽ. അപ്പോൾ ഈ എ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തിരിച്ചിട്ടുള്ള ആൻസർ വരേണ്ടതെന്നുള്ള മീനിങ്ങാണ്. സോ ഈ എ ബാറും ബി ബാറും എങ്ങോട്ടാണ് പോകുന്നത്? ഓർ ഗേറ്റിലേക്കാണ്. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ? എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ അല്ലേ? അടുത്ത ഡി മോർഗൻസ് ലോ ഇവിടെ യൂസ് ചെയ്യണം. എന്താണത്? വാട്ട് ഈസ് എ ബാർ പ്ലസ് ബി ബാർ? എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഓൾ ബാർ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എ ബാർ പ്ലസ് ബി ബാറിന് എന്ത് കൊടുക്കുന്നു? എ ബാർ പ്ലസ് ബി ബാറിന് ഓൾറെഡി ഉള്ള ഈ ബാർ, മുകളിലുള്ള ഈ ബാർ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡോട്ട് ബി ഓൾ ബാർ ആണ്. സോ എ ഡോട്ട് ബി ബാർ ഓൾ ബാർ, ബാർ ഓൾ ബാർ എന്താ? എ ഡോട്ട് ബി തന്നെ, അതന്നെ. സോ ഇതെന്താ? ഇത് ആൻഡ് ഗേറ്റ് അല്ലേ? സോ 3 നോർ ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ആൻഡ് ഗേറ്റുകൾ ഉണ്ടാക്കാം. 3 നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഓർ ഗേറ്റ് ഉണ്ടാക്കാം. 2 നോർ ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഓർ ഗേറ്റ് ഉണ്ടാക്കാം. 2 നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. ഒരു നോറിനെയും ഒരു നോർ ഗേറ്റിനെയും ഒരു നാൻഡ് ഗേറ്റിനെയും ഇൻപുട്ട് സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. കണക്ഷൻ നോക്കണേ. 3 കണക്ഷൻസ് കാണിച്ചു തരാം. നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ നോട്ട് ഉണ്ടാക്കാം? നോർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നോട്ട് ഉണ്ടാക്കാം? രണ്ടിൻ്റെയും ഇൻപുട്ട് സെയിം ആയി കഴിഞ്ഞാൽ രണ്ടാളുകളും നോട്ട് ഗേറ്റ് പോലെ ബിഹേവ് ചെയ്യും. 3 നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ചാൽ എനിക്ക് ഓർ ഗേറ്റ് കിട്ടും. 2 നോർ ഗേറ്റുകൾ ഉപയോഗിച്ചാൽ എനിക്ക് ഓർ ഗേറ്റ് കിട്ടും. അതേപോലെ തന്നെ 2 നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ചാൽ എനിക്ക് ആൻഡ് ഗേറ്റ് കിട്ടും. 3 നോർ ഗേറ്റുകൾ ഉപയോഗിച്ചാൽ എനിക്ക് ആൻഡ് ഗേറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ആലോചിക്കുക. നോട്ട് കിട്ടാൻ സിമ്പിളാണ്. രണ്ടിൻ്റെ ഇൻപുട്ട് സെയിം ആക്കാം. നാൻഡിൻ്റെയും നോറിൻ്റെയും ഇൻപുട്ട് സെയിം ആക്കാം. 2 നോർ ഉപയോഗിച്ചാൽ ഓർ ഗേറ്റ്, 2 നോർ ഉപയോഗിച്ചാൽ ഓർ ഗേറ്റ്, 2 നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചാൽ ആൻഡ് ഗേറ്റ്, 3 നാൻഡ് ഉപയോഗിച്ചാൽ ഓർ, 3 നോർ ഉപയോഗിച്ചാൽ ആൻഡ്. ഇങ്ങനൊന്ന് ഒരു കണക്ഷൻ നിങ്ങളെ മനസ്സിലുണ്ടാവുന്നത് വളരെ നല്ലതാട്ടോ. ഓക്കെ. ഇനി പലപ്പോഴും ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? വാല്യൂസ് കൊടുത്തു നോക്കി ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും. ട്രൂത്ത് ടേബിൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വിചാരിക്കുക. ദ ട്രൂത്ത് ടേബിൾ കറസ്പോണ്ടിങ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ. അപ്പോൾ ഇങ്ങനൊരു ട്രൂത്ത് ടേബിൾ തന്നിട്ട് ഇതിൻ്റെ ആൻസർ നോക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏറ്റവും ഫെമിലിയർ ഉള്ള വാല്യൂസ് നോക്കുക. എല്ലാ ഓപ്ഷനും 0 0 0 ആണ്, 0 0 0 ആണ്. ഇപ്പോൾ 0 0 1 ആണ്, 0 0 1 ആണ്. അതായത് 0 0 കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ എക്ക് 0 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. എക്ക് 0 കൊടുത്താൽ ഈ ലൈനിൽ 0 ആണ്, ഇവിടെയും 0 ആണ്. ഈ മുകളിലുള്ള ലൈനിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഇത് 0 ആണെന്നാണ് മീനിങ്. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇത് ഏത് ഗേറ്റാണ് മക്കളെ? ദിസ് ഈസ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൽ 0യും 0യും വന്നാൽ എ പ്ലസ് ബി അല്ലേ? അപ്പോൾ 0 + 0 യു വിൽ ഗെറ്റ് 0. 0 + 0 എന്താണ്? 0. അപ്പോൾ ഈ 0 ആണ് ഇവിടേക്ക് വരുന്നത്. ഈ 2 സീറോസ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ 2 സീറോസ് ആൻഡ് ഗേറ്റിലാണ്. ആൻഡ് ഗേറ്റിൽ 2 സീറോസ് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 0. അപ്പോൾ 0 0 വന്നാൽ 0 ആണ് ആൻസർ വരിക. അപ്പോൾ സി ഡി എന്നുള്ള 2 ഓപ്ഷൻസ് നമ്മൾ ഒഴിവാക്കി. സി ഡി എന്നുള്ള 2 ഓപ്ഷൻസ് ഒഴിവാക്കി. എല്ലാം ഇരുന്ന് ചെയ്യല്ലേ വേണ്ട. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി എടുക്കാം. നോക്കുക. അടുത്തത് നമുക്ക് മനസ്സിലായി 0 0 രണ്ടിലും 0 ആണ്. ഇനി 0 1 നോക്കൂ. 0 1 0 ആണ്, 0 1 0 ആണ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇത് രണ്ടാളുകൾക്കും സെയിമാണ്. 0 1 ചെയ്താൽ 0 ആണ് വരിക. ഇനി അടുത്ത് നോക്കുക. 1 0 നോക്കുക. 1 0 0 ആണ്, 1 0 1 ആണ്. അപ്പോൾ 1 0 എക്ക് 1 കൊടുക്കുക, എക്ക് 1 കൊടുക്കുക, ബിക്ക് 0, എക്ക് 1 കൊടുക്കുക, ബിക്ക് 0 കൊടുത്താൽ കിട്ടുന്ന ആൻസർ കൊണ്ട് നമുക്ക് ആൻസർ വെരിഫൈ ചെയ്യാം. രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എക്ക് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലൈനിലൂടെ മുകളിലേക്ക് പോകുക. ഈ ലൈനിലൂടെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ 1 ആണ്. ഇവിടെ 1ഉം 0യും ആണ്. 1ഉം 0യും ഓർ ഗേറ്റിൽ പോയാൽ 1ഉം 0യും ആഡ് ചെയ്താൽ 1 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ 1 ആണ്. ഈ 1ഉം 1ഉം ആൻഡ് ഗേറ്റിലല്ലേ? ആൻഡ് ഗേറ്റിൽ 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 1 ആണ്. സോ 1 0 വന്നാൽ യു വിൽ ഗെറ്റ് ആൻസർ 1. 1 0 വന്നാൽ ആൻസർ 1 വരണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ അവസാന ടൈം 1 1 കൊടുത്ത് നോക്കാം. 1 1 കൊടുത്താൽ ഈ ലൈനിലൂടെ ഇവിടെ വന്നാൽ ഇവിടെ 1, 1ഉം 1ഉം ആഡ് ചെയ്താൽ 1, 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1. സോ ഓഫ് കോഴ്സ് 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരും. ഇങ്ങനെ നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് 1 2 പ്രാവശ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് മാറുക. അടുത്ത ചോദ്യം നോക്ക്. കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളിലേക്ക് പോട്ടെ. അല്ലെങ്കിൽ ഇത് നോക്കാം, അല്ലെങ്കിൽ ആദ്യം ഇത് നോക്കാം. ട്രൂത്ത് ടേബിൾ എഴുതി എന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ സർക്യൂട്ട് ഈസ് ഗിവൺ ബിലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 0 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 0. അപ്പോൾ 0 0 നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും 0 0 0 ആണ്. ഇനി അടുത്ത് നോക്കുക. 0 1 1 0 1 1 0 1 0 0 1 1
അപ്പോൾ മെജോറിറ്റി എണ്ണത്തിലും 0 1 0. അപ്പോൾ 0 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതാ കൊടുക്കേണ്ടത്? 0 1 നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഡിഫറൻറ്റ് നോക്കാം. അല്ലെങ്കിൽ 1 1 നോക്കാം. 1 1 0 1 1 0 1 1 0 1 1 1 1 1 0. അപ്പോൾ നമുക്ക് 1 1 കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ ഈ ഫിഗർ സൂം ചെയ്യണ്ടേ, ഇവിടെ 1 ഉം ഇവിടെ 1 ഉം കൊടുത്തു. ഇനി നിങ്ങൾ നോക്കുക, ഈ ലൈനിൽ ഇതുമായി കണക്ട് ചെയ്യുന്ന ഈ ലൈനിൽ എന്താ വരിക? 1 വരും. അതേപോലെ തന്നെ ഇവിടെ 1 വരിക. ഈ 1 ഇതിലൂടെ പോയിട്ട് ഇതാ ഇതുമായി ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 1 ഇതിലൂടെ കയറി ഇവിടെ എത്തുമ്പോൾ ഇവിടെ 1. പക്ഷേ ഇതിൻ്റെ മുന്നിൽ ആരുണ്ട്? നോട്ട് ഗേറ്റ് ഉണ്ട്. നോട്ട് ഗേറ്റ് 1 കണ്ടാൽ നോട്ട് ഗേറ്റ് എന്ത് ചെയ്യും? അതിനെ തിരിച്ച് 0 ആക്കി വിടും. സംശയമുണ്ടോ? ആ മുകളിൽ നിന്ന് ഏന്ന് വരുന്ന 1 നോട്ട് ഗേറ്റിനെ പാസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അതേപോലെ ബിയിലുള്ള 1 ഇതിലൂടെ വരുക. ബിയിലുള്ള 1 ഇങ്ങനെ വന്ന് ഇവിടേക്ക് 1 വന്നു. ഇനി ഈ ബിയിലുള്ള 1 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ 1 ഇതാ ഈ സിഗ്നൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നോട്ട് ഗേറ്റ് കണ്ടു. നോട്ട് ഗേറ്റിനെ കണ്ടാൽ 1 എന്താവും? തല തിരിഞ്ഞ് ചാടും, അതായത് 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 1 കൊടുത്താൽ കിട്ടുന്ന ആൻസർ നോക്കുക. 1 1 കൊടുത്തപ്പോൾ ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 1. നിങ്ങൾ ആലോചിക്കുക, ഇത് എന്ത് ഗേറ്റാ? ദിസ് ഈസ് ആൻഡ് ഗേറ്റ്. അപ്പോൾ 1 ഉം 0 മൾട്ടിപ്ലൈ ചെയ്താൽ A ഇൻറ്റു ബി അല്ലേ? ആൻഡ് A ഡോട്ട് പി. 1 ഇൻറ്റു 0 0 0 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്താൽ 0. ഈ 0 ഉം 0 എങ്ങോട്ടാണ് പോകുന്നത്? ഓർ ഗേറ്റ് അല്ലേ? 0 ഉം 0 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0. അപ്പോൾ 1 1 കൊടുത്താൽ 0 വരും. അപ്പോൾ എല്ലാത്തിലും 0 0 0 0 ഒക്കെ എന്താണ്? 0 ആയതുകൊണ്ട് 1 1 കൊടുത്താൽ 0 വരുന്നതാണത്. 1 1 കൊടുത്താൽ 0 1 1 കൊടുത്താൽ 0 1 1 കൊടുത്താൽ 0. 3 ആളുകൾ 1 1 കൊടുത്താൽ 0 1 1. അപ്പോൾ ഡി കട്ട് ചെയ്തു. ഓപ്ഷൻ ഡി ഈസ് കട്ടൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 3 ഓപ്ഷൻസുകൾ തമ്മിലുള്ള വ്യത്യാസം. 0 ഉം 1 ഉം 1 ആണ്, 0 ഉം 1 ഉം 1 ആണ്, 0 ഉം 1 0 ആണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഒഴിവാക്കാൻ 0 1 കൊടുത്താൽ എക്ക് 0 കൊടുക്കുക, ബിക്ക് 1 കൊടുക്കുക. എക്ക് 0 കൊടുക്കുക, ബിക്ക് 1 കൊടുക്കുക. എക്ക് 0 ബിക്ക് 1. ഇത് ചെയ്ത് കുറച്ച് ഫാസ്റ്റ് ആവട്ടെ നിങ്ങൾ. ഇവിടെ നേരെ 0 ഇങ്ങോട്ട് പോയാൽ ഈ ലൈനിൽ 0 ആണ്. ഈ 0 കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 0 എത്തുമ്പോൾ നോട്ടിനെ കാണുന്നു, തല ഇതിന് ചാടുന്നു, 1 വന്നു. അപ്പോൾ ഇപ്പുറത്ത് 1 കിട്ടി. അതേപോലെ ഈ 1 ബി ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ 1 ആയിട്ട് മാറി, ബി 1 വന്നു. അതേപോലെ ഈ 1 ഇതാ ഈ ലൈനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ 1 പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പോൾ 1 തിരിഞ്ഞു 0 ആയി. അപ്പോൾ 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 0 0 1 1 1 മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 1 0 ഉം 1 ഉം ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 1. സോ 0 1 കൊടുത്താൽ ആൻസർ 1 വരണം. 0 1 കൊടുത്താൽ 1 0 1 കൊടുത്താൽ 1 0 1 കൊടുത്താൽ 0. സോ സി കട്ട് ചെയ്തു. ഇനി അടുത്തത് എ ആണോ ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എ ആണോ ബി ആണോ ചെക്ക് ചെയ്യണം. ഇനി 1 0 അല്ലേ കൊടുക്കാനുള്ളത്. എഗെയിൻ നമുക്ക് 1 0 കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചോദ്യം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റെപ്സും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ അടുത്തേത് കൊടുക്കാനുള്ളത് 1 0. എക്ക് 1 കൊടുക്കാം, ബിക്ക് 0 കൊടുത്താൽ ഈ ലൈനിൽ 1 വരും. ഈ ലൈനിൽ ഇതിനോട് ചേർന്ന് വരുന്ന ആൾ 1 ഇവിടെ എത്തുമ്പോൾ നോട്ട് ഗേറ്റിനെ കാണുമ്പോൾ തല തിരിച്ച് ചാടുന്നു. ബി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 0 ഇങ്ങോട്ട് വരുമ്പോൾ ഈ ലൈനിൽ ഇവിടെ 0 വരും. ഈ 0 ഇങ്ങോട്ട് പോകുമ്പോൾ നോട്ട് ഗേറ്റിനെ കണ്ട് തല തിരിഞ്ഞ് കാണുന്നു. 1 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 1 ഉം 0 ആഡ് ചെയ്താൽ 1. അതായത് 1 0 വന്നാൽ ആൻസർ 1 ആണ്. 1 0 വന്നാൽ ആൻസർ 1 ആണ്. 1 0 വന്നാൽ ആൻസർ ഇവിടെ 0 ആണ്. സോ ബി കട്ട് ചെയ്തു. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഇങ്ങനെ ട്രൂത്ത് ടേബിൾ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും വെരിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഐഡിയാസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ചോദ്യം നോക്ക് നിങ്ങൾ. ദ ഔട്ട്പുട്ട് ഓഫ് ദ സർക്യൂട്ട് ഈസ് ലോ 0. അതായത് ഔട്ട്പുട്ട് ഓഫ് ദ സർക്യൂട്ട് ലോ, ഹൈ ലോയിൽ ലോ ആവണം, 0 ആവണം. ഔട്ട്പുട്ട് ലോ വരുന്ന കണ്ടീഷനാണ്. ഇത് ഏത് ഗേറ്റാ? ഇത് ഓർ ഗേറ്റ് അല്ലേ? ദിസ് ഈസ് ഓർ ഗേറ്റ്, ദിസ് ഈസ് നോട്ട് ഗേറ്റ്. അതുപോലെയല്ലേ ബിഹേവ് ചെയ്യുന്നത്? ഓർ നോട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ 4 ഓപ്ഷൻസ് ഇട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഇത് നോർ ഗേറ്റ് അല്ല കേട്ടോ. ഇവിടെ ഒരു 0 ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ ബിഹേവ് ആസ് നോർ. ഇത് നോർ അല്ല, ഓർ ഗേറ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ ഫിഗർ വരച്ചായിരുന്നു. അതായത് ഇങ്ങനൊരു 2 നോർ ഗേറ്റുകൾ നമ്മൾ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ, 2 നോർ ഗേറ്റുകൾ നമ്മൾ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ മൂപ്പരാൾ ഓർ ഗേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഓർ ഗേറ്റും ഒരു നോട്ട് ഗേറ്റുമാണ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് സാർ നോട്ട് ഗേറ്റ് ആയി? ഒരു നോർ ഗേറ്റിൻ്റെ ഇൻപുട്ട് സെയിം ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിഹേവ് ആസ് നോട്ട് ഗേറ്റ്. അത് മനസ്സിലുണ്ടാവണം കേട്ടോ. നമുക്ക് ആദ്യം വാല്യൂസ് കൊടുക്കാം. ഇവിടെ x 0 0. അപ്പോൾ 0 0 കൊടുത്താൽ 0 0 ആഡ് ചെയ്താൽ 0 0 0 ആഡ് ചെയ്താൽ 0. ആ 0നെ നോട്ട് ഗേറ്റ് തിരിച്ചിട്ടാൽ എന്താ കിട്ടുക? 1 ആണ്. അപ്പോൾ 0 വരണം. അപ്പോൾ എ അല്ല, ഔട്ട്പുട്ട് 1 0 വരണം. അതേപോലെ തന്നെ രണ്ടാമത് എന്താ? 0 ഉം 1 ഉം 0 ഉം 1 ഉം 0 ഉം 1 ഉം ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. അപ്പോൾ ബി വരും. ബി വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഇനി 1 ഉം 0 ഉം നോക്കൂ.
1ഉം 0യും 1ഉം 0യും ആഡ് ചെയ്താൽ 1, 1ഉം 0 ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ 0. അപ്പോൾ സി വരും. അതേപോലെ തന്നെ ഇനി x1 y1 1ഉം 1ഉം ആഡ് ചെയ്താൽ 1 തിരിച്ചിട്ടാൽ മീൻസ് അതിൻ്റെ എ ബാർ 1 ബാർ എന്താ 0. അപ്പോൾ ഡിയും വരും. ബിയും സിയും ഡിയും ഓൺലി ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ബിയും സിയും ഡിയും ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. സോ അടുത്തൊരു ചോദ്യം നോക്കണേ. ഐഡന്റിഫൈ ദ ലോജിക് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ സർക്യൂട്ട് ഈസ് ഗിവൺ ഹിയർ. ഒന്നുമില്ലല്ലേ, ഇതേതാ, ഇതൊരു നോർ ഗേറ്റ് ഒരു ഷോർട്ട് ചെയ്ത ഒരു നോർ ഗേറ്റുമായി അല്ലെങ്കിൽ ഒരു നോർ ഗേറ്റ് 2 ഇൻപുട്ട് സെയിം ആയിക്കൽ ഇറ്റ് വിൽ ബിഹേവ് ആസ് നോട്ട് ഗേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 2 നോർ ഗേറ്റുകൾ കൊണ്ട് യു വിൽ ഗെറ്റ് ഓർ ഗേറ്റ് അല്ലേ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. അതിങ്ങനെ ആലോചിക്കുക, എ ബി കൊടുത്താൽ യു വിൽ ഗെറ്റ് ഇവിടെ എ പ്ലസ് ബി ബാർ കിട്ടും. ഇതിൻ്റെ ആൻസർ എ പ്ലസ് ബി ബാർ ഓൾ ബാർ ആണ്. എ പ്ലസ് ബി ബാർ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. ഡി മോർഗൻസ് ലോ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ആൻസറാണ്, ഓർ ഗേറ്റ് ആണ്. അതേപോലെ ദ ലോജിക് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ബൈ സർക്യൂട്ട് ബിലോ. 2 നാൻഡ് ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എ ഡോട്ട് ബി ബാർ ആണ്. ഈ എ ഡോട്ട് ബി ബാർ ഇവിടേക്ക് വന്നാൽ എ ഡോട്ട് ബി ബാർ ഓൾ ബാർ വരും. ദാറ്റ് വിൽ ഗിവ് എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്താണ്, ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ജസ്റ്റ് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഈ ഒരു ചോദ്യം കൂടി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലോജിക് ഗേറ്റിൻ്റെ പരിപാടി അവസാനിപ്പിക്കാം. എ ലോജിക് ഗേറ്റ് സർക്യൂട്ട് ഹാസ് 2 ഇൻപുട്ട്സ് എ ആൻഡ് ബി. ഔട്ട്പുട്ട് വൈ ആണ്. വോൾട്ടേജ് വേവ്സ് ഫോംസ് എ ബി ആൻഡ് വൈ ഷോൺ ബിലോ. അപ്പോൾ ഇത് ഏത് ഗേറ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് 0, ഇവിടെയും 0, ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ 0 0 കൊടുത്തപ്പോൾ 0, 1 1 കൊടുത്തപ്പോൾ 1. ഇത് ഏത് ഗേറ്റാണ്? അത് എ ബി വൈ എടുക്കാം. 0 0 കൊടുത്തപ്പോൾ എനിക്ക് 0 ആണ് ഔട്ട്പുട്ട് കാണിക്കുന്നത്. 1 1 കൊടുത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് 1 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് പറയട്ടെ, ഇത് നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ ആവാനുള്ള ചാൻസ് ഉണ്ടോ? നാൻഡ് ഗേറ്റ് ആണെങ്കിൽ എന്താ വരിക, നാൻഡ് ഗേറ്റ് ആകുമ്പോൾ 0 0 മൾട്ടിപ്ലൈ ആയാൽ 0 തിരിച്ചിട്ടാൽ 1. അപ്പോൾ നാൻഡ് ഗേറ്റ് അല്ല. ഇനി നോർ ഗേറ്റ് ആണെങ്കിലോ 0 0 ആഡ് ചെയ്താൽ 0 ആണ്, തിരിച്ചിട്ടാൽ 1 ആണ്. അപ്പോൾ നാൻഡ് ഗേറ്റും അല്ല, അതേപോലെ തന്നെ എന്തല്ല, നാൻഡും അല്ല, നോറും അല്ല. ഇനി ആൻഡ് ആണോ ഓർ ആണോ നോക്കണം. 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ്, 0 0 ആഡ് ചെയ്താൽ 0 ആണ്. 1 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്, 1 1 ആഡ് ചെയ്താൽ 1 ആണ്. അപ്പോൾ ഓർ ആണോ ആൻഡ് ആണോ നമുക്ക് വെരിഫൈ അടുത്ത കേസിലാണ്. അതായത് ഇവിടെ 0 ഇവിടെ 1, 0യും 1 വന്നപ്പോൾ 0 ആണ്, 0യും 1 വന്നപ്പോൾ 0, 0യും 1 വന്നപ്പോൾ 0. അതായത് 0യും 1ഉം ആഡ് ചെയ്താൽ ശരിക്കും ആസ് പെർ ഓർ ഗേറ്റ് ആണെങ്കിൽ 0യും 1ഉം ആഡ് ചെയ്താൽ ഔട്ട്പുട്ട് 1 ആണ് വരേണ്ടത്. ഇത് ആൻഡ് ഗേറ്റ് ആവാനുള്ള ചാൻസ് ആ കൂടുതൽ. 0 × 1 എന്താണ്, 0 അല്ലേ. അപ്പോൾ 0 × 0 0, 1 × 1 1, 0 × 1 0. ഈ ഒരു പോസിബിലിറ്റി കാണിക്കുന്ന ആരാണ്, ആൻഡ് ഗേറ്റ് ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ലോജിക് ഗേറ്റ് 5 ആലോചിക്കുക. ഓർ, ആൻഡ്, നോട്ട്, പ്രിൻസിപ്പൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുക നാൻഡ് നോർ ആണ് യൂസ് ചെയ്യുക. ഈ നാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഓറിനെയും ആൻഡിനെയും നോട്ടിനെയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇത് നമ്മൾ ലോജിക് ഗേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ബൈനറി ഓപ്പറേഷൻസിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലോജിക്ക് ഭയങ്കര ഹയർ ഓർഡറിൽ നിങ്ങൾ പഠിക്കുന്നു വേണ്ട. ഇതെങ്ങനെ ചെയ്യാന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കുറച്ചെങ്കിലൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ എവിടെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു സെഷൻസ് ഒക്കെ ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, താങ്ക് യു, ബൈ.